പുലിപ്പല്ല് മാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കുരുക്കായി മാറുന്നു. സംരക്ഷിത വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ കേന്ദ്രമന്ത്രി നിയമം ലംഘിച്ചുവെന്ന് ആരോപണം. കർശന നടപടിയുമായി വനം വകുപ്പ് രംഗത്ത്. ആനവാൽ മോതിരവും പുലിപ്പല്ല് കെട്ടിയ മാലയുമെല്ലാം പ്രൗഢിയുടെ അടയാളമായാണ് അടുത്ത കാലം വരെ ചിലർ ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര ഭരണാധികാരികൾ ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയതോടെ ഈ പ്രവണതകൾക്കും വലിയ മാറ്റമാണ് വന്നുചേർന്നത്. സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതോ ശരീരത്തിൽ അണിയുന്നതോ ഗുരുതര കുറ്റമാക്കി മാറ്റുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ആനക്കൊമ്പ്, പുലിത്തോൽ, പുലിയുടെ പല്ലും നഖങ്ങളും കൂടാതെ കരടിയെയും മാനിനെയും പോലെയുള്ള മൃഗങ്ങളുടെ തുകലും മറ്റ് അവശിഷ്ടങ്ങളുമെല്ലാം വൻവിലയ്ക്ക് വാങ്ങിയവരെല്ലാം പ്രതിസന്ധിയിലുമായി. ആനക്കൊമ്പ് സൂക്ഷിച്ചതിന്റെ പേരിൽ നടൻ മോഹൻലാലിന്റെ പേരിൽ 2011 ആരംഭിച്ച നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയുമാണല്ലോ. പ്രശസ്ത റാപ്പ് ഗായകൻ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ തന്റെ മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഏവർക്കും അറിവുള്ളതുമാണല്ലോ. വേടന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് ലോക്കറ്റ് വിദഗ്ധ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണിപ്പോൾ. വേടൻ വന്യമൃഗ സംരക്ഷണ നിയമം ലംഘിച്ചതായും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുമെല്ലാം ചിലർ വാദകോലാഹലങ്ങൾ ഉയർത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു. അതേസമയം സുരേഷ് ഗോപിയെ പോലെ സിനിമാ മേഖലയിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഏറെ പ്രമുഖരായവർ പലരും പുലിനഖവും പല്ലുമെല്ലാം മാലകളായി അണിയുന്നവരാണെന്നും ഇവർക്കെതിരെയും നടപടികൾ കൈക്കൊള്ളണമെന്നുമുള്ള വിധത്തിൽ വാദഗതികൾ ശക്തമായി ഉയർന്നത് ഈ സാഹചര്യത്തിലാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പല പൊതുപരിപാടികളിലും പുലിപ്പല്ല് ലോക്കറ്റാക്കി അണിഞ്ഞാണ് സുരേഷ് ഗോപി പങ്കെടുക്കാറുള്ളതെന്നും ഇത് ഭാരതത്തിന്റെ നിയമ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന വിധത്തിലാണെന്നും ചൂണ്ടിക്കാട്ടി തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം പോലീസിനും വനം വകുപ്പിനും പരാതി നൽകിയത് ഈ സന്ദർഭത്തിലാണ്. ഇതിനെ തുടർന്നാണ് സുരേഷ് ഗോപി കഴുത്തിലണിഞ്ഞിരുന്ന പുലിപ്പല്ലിന്റെ ഉറവിടം തേടാൻ വനം വകുപ്പ് തയ്യാറായത്. ഇതോടെ തൃശൂർ DFOക്ക് മുന്നിൽ ഹാജരാകാൻ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ലോക്കറ്റിലെ പുലിപ്പല്ല് ഒറിജിനൽ ആണെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള അനുമതി പത്രം സുരേഷ് ഗോപി നൽകേണ്ടതായി വരും. അതല്ല ശരിയായ പുലിപ്പല്ല് അല്ലെന്ന് വാദിച്ചാൽ അതിന്റെ പരിശോധനകൾക്കായി പുലിപ്പല്ല് ലോക്കറ്റ് വനം വകുപ്പിന് കൈമാറേണ്ടതായും വരും. സുരേഷ് ഗോപിയുടെ മാലയിലെ പുലിപ്പല്ല് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. റാപ്പർ വേടൻ നിയമം ലംഘിച്ചു എന്ന പേരിൽ വലിയ കോലാഹലമാണ് ഒരു വിഭാഗം സംഘടനകൾ ഉയർത്തിയത്. വേടൻ പാടുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ആശയങ്ങളോട് മാനസികമായി വിയോജിപ്പുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളാണ് അന്ന് വേടനെതിരെ ആക്രോശങ്ങൾ മുഴക്കി രംഗത്ത് വന്നത്. സമാന രീതിയിൽ പുലിപ്പല്ല് മാലയണിഞ്ഞതിന് സുരേഷ് ഗോപി ആരോപണമേറ്റു വാങ്ങുമ്പോൾ ഇവരെല്ലാം നിശബ്ദരായി ഇരിക്കുകയുമാണ്. ഈ ഇരട്ടത്താപ്പ് ഇതിനോടകം തുറന്ന ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സുരേഷ് ഗോപി കുറ്റവാളിയാകുമോ അതോ അധികാരത്തിന്റെ പിൻബലത്താൽ കുറ്റവിമുക്തനാവുമോ? കാത്തിരുന്ന് കാണുക തന്നെ വേണം.